ഹായ്. ജീവമാതാ കാരുണ്യ ഭവൻ ഗിരിജ ചേച്ചിക്ക് വിഷമമായ ഒരു കാര്യം. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഒരു ലൈവ് ഇട്ടത് കൊണ്ടാണ് ഒരു എക്സ്പ്ലനേഷൻ തരാതിരുന്നത്. ബട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാമെന്ന് കരുതി ചെയ്യുന്നതാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാനുള്ള കാരണം അജിത കുമാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നെ കുവൈറ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഏർപ്പെട്ട ഒരു ബുദ്ധിമുട്ട് ഗിരിജയോട് ചേർന്നിട്ടാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്ഥിരം വ്യൂവറാണ് ഈ അജിത. അപ്പോൾ ഞാൻ ആ ഗിരിജയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അവരുടെ വിവാഹവും അതിനോടനുബന്ധിച്ച് അവർ നേരിട്ട പൊങ്കാലയുമാണ് ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം. എനിക്ക് കണ്ടപ്പോൾ കുറച്ച് ഏജ്ഡായ ഒരു സ്ത്രീ, മകനൊരു 28 വയസ്സെന്തോ ഉണ്ട്. അപ്പോൾ അത്രയും വലിയൊരു മകനെയൊക്കെ വെച്ചിട്ട് ഒരു സെക്കൻഡ് മാരേജ് കഴിച്ചു എന്നതിൻ്റെ പേരിൽ അവർ നേരിട്ട ബുദ്ധിമുട്ട്, അവർ നേരിട്ട അക്രമം, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ട് ഞാൻ അവർക്ക് സപ്പോർട്ടാണ് ആദ്യം ചെയ്ത വീഡിയോ. തുടർന്നാണ് എന്നെ അജിത കുമാരി അപ്രോച്ച് ചെയ്യുന്നത്. അവർ പറഞ്ഞൊരു കാര്യം, അവരുടെ ഭർത്താവിനെ തട്ടിയെടുക്കുകയാണ് ഈ ഗിരിജ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാര്യകാരണ സഹിതം ഞാൻ ചോദിച്ചപ്പോഴത്തെ പുള്ളിക്കാരി പറഞ്ഞു എനിക്കൊരു 2 lakhs ഇവർ തരാനുണ്ട് എന്ന്. ഓക്കെ, സ്വാഭാവികമായിട്ടും എനിക്ക് ഈ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയോട് ദേഷ്യമോ വെറുപ്പോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവർ ഡയറക്റ്റ് കോൾ ചെയ്തു. നമ്പർ അജിത തന്നിരുന്നു. ഞാൻ വിളിച്ച് അവരോട് സംസാരിച്ചു. അവരോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു 2 lakhs അങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം കൂടുതൽ വഷളാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏറിപ്പോകും, വലിയ പ്രശ്നത്തിന് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്, ഞാൻ മറന്നിട്ടില്ല. അത് കൃത്യമായി എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കയ്യിൽ എൻ്റെ റെക്കോർഡുമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, അജിത കുമാരി എന്ന സ്ത്രീയെ പറ്റിച്ച് നിങ്ങൾ അവളുടെ ഭർത്താവിനെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പണം അവൾക്ക് സെറ്റിൽ ചെയ്ത് ഈ പ്രശ്നത്തിൽ നിന്ന് ഒതുങ്ങൂ. ഇല്ലെങ്കിൽ നിങ്ങൾ 2-3 മാസത്തേക്ക് എയറിലേക്കായിരിക്കും. വെറുതെ അതിന് നിൽക്കേണ്ട. എനിക്ക് അറിയുക പോലുമില്ല ഈ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ അവിടെ നടത്തുന്ന സ്ഥാപനം എന്താണെന്നോ അതിനകത്ത് എന്തൊക്കെ അരാജകത്വങ്ങളുണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അതിനെപ്പറ്റിയൊന്നും അജിത എന്നോട് സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്തു. അടുത്ത ദിവസങ്ങളിൽ നോക്കുമ്പോൾ ഞാൻ പണം ചോദിച്ചു എന്നാണ് പുള്ളിക്കാരത്തിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. സ്വാഭാവികമായിട്ട് നമുക്ക് നേരെ വരുന്ന ഒരു വൃത്തികെട്ട അലിഗേഷനെതിരെ നമ്മൾ സംസാരിക്കുമല്ലോ. അങ്ങനെയാണ് കൂടുതൽ ഇവരെ പറ്റി അന്വേഷിച്ചപ്പോഴേ കിടക്കുന്ന ചങ്ങാതി കൂട്ടത്തിൽ കൂടെയാണ് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയത്. പുള്ളി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ദൂരമൊന്നും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. എന്നിട്ടും അമ്മ പറഞ്ഞു സാരമില്ല ഞാനും കൂടെ വരാം, നീ പോയി ഒന്ന് അന്വേഷിക്കുന്നു. ഞങ്ങൾ ആ നാട്ടിൽ പോയി അവിടെയുള്ള പൗരപ്രമുഖരെയൊക്കെ കണ്ടു, അത്യാവശ്യം ആൾക്കാരെയൊക്കെ കണ്ടു, അയൽപക്കക്കാരെയൊക്കെ കണ്ടു. അപ്പോൾ സംഗതി സത്യ നല്ല രീതിയിലുള്ള പ്രോബ്ലംസ് അവിടെ നടക്കുന്നുണ്ട്. അവിടെയുള്ള അന്തേവാസികൾക്ക് ഏർപ്പെട്ട ബുദ്ധിമുട്ടുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയ കുറേ അന്തേവാസികൾ നമ്മളെ വിളിച്ചു പറഞ്ഞു. ഈ വോയിസ് റെക്കോർഡൊക്കെ 1 by 1 ആയിട്ട് ഞാൻ പുറത്തു വിട്ടു. ആദ്യം തന്നെ ഈ യൂട്യൂബേഴ്സിൻ്റെ ഒരു കളി അവരാരും മൈൻഡ് പോലും ചെയ്തില്ല. പക്ഷെ ഗ്രാജുവലി എനിക്ക് നല്ല വ്യൂ വരുന്നുണ്ട് എന്ന് കണ്ടപ്പം ഇത് വ്യൂ കിട്ടുന്ന സംഗതിയാണെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് കമന്ന് വീണു. സായി ആൻഡ് ടീം വന്ന് കമന്ന് വീണു. പലരും എൻ്റെ കൂടെ ഉള്ള പെൺകുട്ടികളെ ഒന്ന് കിട്ടുമോ, അവരെ ഇൻ്റർവ്യൂ ചെയ്തൊന്ന് സൂപ്പറാക്കാൻ കൊടുത്തില്ല ഞാൻ. അതിൻ്റെ കാരണം ഇതെനിക്കൊരു വ്യൂ എന്നതിനപ്പുറം ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. സോ അവർക്ക് നല്ലപോലെ മനസ്സിലായി ബാക്കി എല്ലാവരെയും സൂപ്പിടാൻ പറ്റും, ഇന്നെ കിട്ടത്തില്ല എന്ന് കണ്ടപ്പോഴാണ് അവർ അടുത്ത കളിയും കൊണ്ട് ഇറങ്ങിയത്. കുറേ അധികം വൃത്തികെട്ട പെണ്ണുങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഞാൻ പൈസ വാങ്ങാനായിട്ടാണ് ഇത് ചെയ്തത്, അവരോട് ഞാൻ പൈസ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. മെയിൻ സ്ട്രീം ചാനലും അവിടെ പോയിരുന്നു. ആ തള്ളയെ അവിടെ പോയിരുന്നിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചു. എന്നിട്ട് അവരെ കൊണ്ട് പറയിച്ചു ഞാൻ പണം ചോദിച്ചു എന്ന്. തെളിവുണ്ടോ? ഇല്ല. എന്താണ് തെളിവ്? ഞാൻ പറഞ്ഞത് അജിത കുമാരിക്ക് നിങ്ങളുടെ ഭർത്താവ് കൊടുക്കേണ്ട പൈസ. അപ്പോൾ തിരിച്ചിങ്ങോട്ട് ഗിരിജ പറയുന്നുണ്ട് അതെ അയാൾ കൊടുക്കാനുണ്ട്, അത് അവർ തമ്മിലുള്ള പ്രശ്നമല്ലേ, അതിന് നിങ്ങൾ എന്നെ എന്തിനാ വിളിക്കുന്നത് എന്നാ ചോദിച്ചത്. അപ്പോൾ അത് കൊടുക്കാനുണ്ടെന്ന് ആ സ്ത്രീക്ക് അറിയാം. അതിന് കേസ് നടക്കുകയല്ലേ, അത് കേസുമായിട്ട് പോട്ടെ, അതും അവർക്കറിയാം. അപ്പം ഡിസ്കഷനിൽ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ആ വോയിസ് പബ്ലിഷ് ചെയ്യാൻ ഒക്കത്തില്ല. അവർ ആ വോയിസ് പബ്ലിഷ് ചെയ്താൽ ബാക്കി ഞാനും പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഏകദേശം 4 ഓൾറെഡി എൻ്റെ ചാനലിൽ ആ വോയിസ് അവിടെ കിടപ്പുണ്ട് തന്നെയാണ്. പിന്നെ അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നടന്നത്. പിന്നെ നടന്നത് ചരിത്രം. CWC ഇടപെട്ടു. CWCനെ നമ്മൾ ഫോഴ്സ് ചെയ്തു. അവരുടെ കെടുകാര്യസ്ഥതയെ പറ്റി വീഡിയോ ചെയ്തു. അവിടം വരെ പോയി കണ്ട് സംസാരിച്ചു. പ്രശ്നം രൂക്ഷമായി. പരാതിക്കാരായി കുട്ടികൾ മുന്നോട്ട് വന്നു. ഒരു അമ്മയ്ക്ക് അവരുടെ 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട സംഭവം ഉൾപ്പെടെ പബ്ലിഷിൽ കൊണ്ടുവന്നു. കുട്ടികളെ നമ്മൾ കാണിച്ചു കൊടുത്തു, അത് വേറെ കാര്യം. അങ്ങനെ കാര്യങ്ങൾ വളരെ വൾഗറായി പോകുന്നൊരു സാഹചര്യമായി CWC ഈ വാസ്ത, അതായത് ഇവർക്ക് ഭയങ്കര ഹോൾഡാണേ, പ്രത്യേകിച്ച് അടൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇവർക്ക് ഭയങ്കര ഹോൾഡാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ വാർത്ത ഭയങ്കരമായിട്ട് അങ്ങ് പോകുന്നു. അടുത്ത് ചങ്ങാതി കൂട്ടത്തിൽ കൂടെ വന്നൊരു കാര്യമാണ് അവരുടെ മകൻ ഏജ് കുറഞ്ഞ, അതായത് 18 അണ്ടറിലുള്ള ഒരു പെൺകുട്ടിയെ പ്രഗ്നൻ്റ് ആക്കിയെന്ന്, ആ കുട്ടിയെ തന്നെ വിവാഹം കഴിച്ചു എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അതും നമ്മുടെ ഭാഗത്തുള്ള നമ്മളതും എടുത്തു പറഞ്ഞു. സോഷ്യൽ മീഡിയ കിടന്ന കാര്യങ്ങളാണ് നമ്മൾ വെറുതെ എടുത്ത് പബ്ലിഷും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ നമുക്കതിനകത്ത് എതിർപ്പൊന്നും പറയാക്കില്ല. ബിക്കോസ് നമ്മൾ ചെയ്യുന്നത് ന്യൂസുകളാണ്. ന്യൂസ് പേഴ്സൺ എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് ന്യൂസാണ്. FIR ഇട്ടൊരു കാര്യമാണ്. ആ മകൻ പോക്സോ പ്രതിയാണ്. അപ്പോൾ അത് നമ്മൾ സപ്പോർട്ട് ചെയ്തു, നമ്മളത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, ഒരു വാർത്താ സമ്മേളനം നിരന്തരം ഇവർ വാർത്താ സമ്മേളനം നടത്തി. എൻ്റെ ഇതുണ്ട്, വോയിസ് ഉണ്ട്, ഞാൻ പൈസ ചോദിച്ചു, പൈസ തരാത്ത ദേഷ്യം കൊണ്ട് യൂട്യൂബേഴ്സ് ചെയ്യുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞത് നരേറ്റ് ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോയപ്പോൾ ഞങ്ങളും നടത്തിയിരുന്നു പത്രസമ്മേളനം അവർ റിപ്പോർട്ട് ചെയ്തില്ല. പകരം ഞങ്ങളുടെ ചാനലിൽ കൂടെയൊക്കെ അത് വന്നു. ഒരു പത്രവും അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. അപ്പോൾ അവരുടെ ഹോൾഡിൻ്റെ ലെവലൊന്ന് ആലോചിച്ച് നോക്കണം. ഈ നാട്ടിൽ നമ്മളെപ്പോലുള്ള കുറച്ച് പേര് ജീവൻ റിസ്കിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണിത്. ജനങ്ങളുടെ സപ്പോർട്ടും ജനങ്ങളുടെ അക്സെപ്റ്റൻസും നമുക്ക് അനിവാര്യമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അന്ന് ഒരുപാട് പേര്, ഇഷ്ടംമാതിരി ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് മുൻപോട്ട് വന്ന് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും പറയാനുണ്ടായ കാരണം, നമ്മളെ നാണം കെടുത്താൻ വേണ്ടി നമ്മൾ പൈസ ചോദിച്ചു എന്നും പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നും ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുക. യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന പയ്യൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തു, ഞാൻ പൈസ വാങ്ങിച്ചു റെക്കോർഡുണ്ട് എന്നും. അത് കേട്ട് അവൻ ഞെട്ടിയിരുന്നു. പിന്നീട് ഞാൻ അവൻ്റെ അടുത്ത് ബാക്കിയുള്ളതും കൂടെ കേൾപ്പിച്ചിട്ടാണ് അവന് കാര്യം മനസ്സിലായത്. സോ ഓൾ ടുഗദർ എന്നെ ടാർഗറ്റ് ചെയ്ത് നല്ല കളി കളിച്ച് നോക്കി. പല രീതിയിൽ നമ്മളെ ഇകഴ്ത്താനും ഒതുക്കാനും നമ്മുടെ ഫോൺ വരെ പോലീസിനെ കൊണ്ടെടുപ്പിച്ചു. അമ്മാതിരി പരിപാടി അത്രയും ചെയ്തു. അതിനെ കൂട്ടുനിന്ന് ഏറ്റുമാനൂരുള്ള ഒരു ഗുണ്ടിയാണ്. അവൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഇതിനകത്ത് നന്നായിട്ട് അങ്ങ് കളിച്ചു. പക്ഷേ തോറ്റില്ല. ഞങ്ങൾ ഉറച്ചു നിന്നു. CWCയെ കൊണ്ട് അവിടെ റെയ്ഡ് നടത്തിച്ചു. റെയ്ഡിൽ അവർക്ക് കാര്യം മനസ്സിലായി, കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല, കുഞ്ഞുങ്ങളുടെ മർമ്മത്ത് മുളക് വെള്ളം കലക്കി ഒഴിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കുട്ടികളെ അവിടെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് ഞങ്ങൾ മൂലമാണ് CWCയും പൊതുസമൂഹവും അറിഞ്ഞത്. അതിൽ അവർ ആക്ഷൻ എടുത്തു. ഈ ജനുവരി മാസം വരെ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരിത് ചെയ്തതെന്ന് പറഞ്ഞാൽ ജനുവരി കഴിഞ്ഞു, സസ്പെൻഷൻ കഴിഞ്ഞ് അവർക്ക് വീണ്ടും ഓപ്പൺ ചെയ്യണം. ഈ പറയുന്ന ചൈൽഡ് ഹോം. കുട്ടികളെ സംരക്ഷിക്കുന്നതിനകത്താണ് അവർക്ക് നല്ല പണം കിട്ടുക. നടക്കൂല. അതിന് വേണ്ടിയിട്ടാണ് എനിക്കെതിരെ കേസുണ്ട്. 18ഓളം വരുന്ന മിക്കവാറും യൂട്യൂബേഴ്സിനെതിരെ ഒക്കെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കേസ് കൊടുത്ത് ഞങ്ങളുടെയൊക്കെ വായടപ്പിക്കാൻ വേണ്ടി ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ അറസ്റ്റ് ചെയ്താലും തൂക്കിക്കൊന്നാലും അവിടെ ഇനിയൊരു ചൈൽഡ് ഹോം പ്രവർത്തിപ്പിച്ചാൽ ആ മുറ്റത്ത് നിരാഹാരം ഇരിക്കുമെന്ന് പറയാനാണ് ഞാൻ ഇത്രയും നീട്ടി വലിച്ച് കാര്യം പറഞ്ഞത്. ഒപ്പൊക്കെ ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്, കേസും ഞാൻ വാദിക്കും. പക്ഷേ ആ സ്ത്രീയുടെ ക്രൂവൽറ്റി അത് കൃത്യമായി പുറത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് എങ്കിൽ എനിക്കറിയാം അത് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ. അവരത്രയും ക്രൂവലാണ്. പൊതുസമൂഹത്തിനോട് അവർ മാപ്പ് പറയുക മാത്രമല്ല, ഈ പണിയും കൊണ്ട് അവരിനി എവിടെ നിൽക്കണ്ട. പിന്നെ മരിക്കാൻ ജീവിക്കുന്ന കുറേ വൃദ്ധരായ ജനങ്ങളുണ്ട്. അവൾ എന്തരാ അവിടെ ഇട്ട് പണ്ട് കെട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടും ഞാൻ സ്പെഷ്യൽ സ്ക്വാഡിനെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന ആൾക്കാരെടുത്ത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല, ഞങ്ങളെ തിരിച്ച് സ്വർണം കൊണ്ട് പുളിശ്ശേരി വെച്ച് തരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വർണം കൊണ്ടുള്ള പുളിശ്ശേരി നിന്നുകൊണ്ട് അവിടെ കടകട്ടെന്ന് വെച്ചു. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, നിസ്സഹായരാണ്. അതുകൊണ്ട് അവരെ സേഫ് സോണിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കള്ളക്കേസെന്ന് പറഞ്ഞാൽ പട്ടുപക്ക കള്ളക്കേസാണ് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികം. അടൂർ പോലീസ് സ്റ്റേഷൻ കേസെടുത്തില്ലെങ്കിൽ അത് നാണക്കേടല്ലേ? സ്വാഭാവികം. ഞങ്ങൾക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ തന്നു എന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ലൈവ് കണ്ടിട്ടുണ്ടാകത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഞാൻ അടൂർ സ്റ്റേഷനിൽ പോകുമ്പോൾ ഞാൻ 2 സാക്ഷികളെയും കൊണ്ട്, 2 ജാമ്യക്കാരെയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ജാമ്യമൊന്നും എടുക്കേണ്ടി വന്നില്ല. മേ ബി ഇനി കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ ജാമ്യം ഹാജരായില്ലെങ്കിൽ ജാമ്യം വേണ്ടി വരുമായിരിക്കാം. ഒരു കേസുണ്ട് ഞങ്ങളുടെ പേർക്ക്. അത് മോസ്റ്റ് വെൽക്കം, നല്ല കാര്യമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി നിൽക്കും. പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇതുപോലുള്ള കുറേയധികം പ്രശ്നങ്ങൾ വരും. പിന്നെ അടൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ ഇതിനേക്കാൾ വലിയൊരു സംഗതി കൊണ്ട് കൊടുത്തിട്ട് അവിടുത്തെ മജിസ്ട്രേറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരൊരു ഓൺലൈൻ ജേർണലിസ്റ്റാണ്, അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഇത്തരത്തിലുള്ള ഒന്നും കുത്തിക്കയറ്റാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായി അവിടെ വേർഡിക്റ്റ് വന്നൊരു സംഗതിയാണ്. ആ വേർഡിക്റ്റ് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് അപ്പുറത്ത് കൊണ്ട് കൊടുത്താലേ എനിക്ക് ഈ പ്രശ്നം അവിടെ തീരും. പക്ഷേ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ വായടപ്പിക്കുന്ന ഇത്തരം വൾഗർ സ്ത്രീകളെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു വൃത്തികേട് വേറെയില്ല. നിങ്ങളുടെ പണം ഒരു കാരണവശാലും ഈ കാരുണ്യ ഭവന് വേണ്ടി ചെലവാക്കരുത്. അവിടെ ഒരു കാരുണ്യവും നടക്കുന്നില്ല. ആ സ്ത്രീയും മക്കളും മരുമക്കളും ഒക്കെ ജോലി ചെയ്യാതെ തിന്നുകയാണ്. ഒരു പണിക്കും പോകാതെ അവിടെ കയറി കെട്ടിക്കയറിയിരുന്ന് അവരുടെ ദൂരത്തിനും ആർഭാടത്തിനും വേണ്ടി നന്മമരം കളിച്ച് നാട്ടുകാരുടെ പണം കൊണ്ട് ജീവിക്കുകയാണ്. ചുറ്റോട് ചുറ്റുമുള്ള അയൽക്കാരെ പോലും അവിടെ താമസിക്കാൻ അനുവദിക്കാതെ പായിച്ച് അതിനകത്ത് നടത്തുന്ന ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നതാണ്.
ഇതിൽ പരം ലൈഫ് റിസ്കിലാവുന്ന ഒരു ഗെയിം വേറെ ഇല്ല. അത്രത്തോളം പേടിച്ചും അത്രത്തോളം പ്രോബ്ലംസ് ഫേസ് ചെയ്ത് ഞങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന് നിങ്ങളുടെ സപ്പോർട്ട് മൂലമാണ് ഇതുവരെ കൊണ്ടെത്തിക്കാൻ പറ്റിയത്. ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം, തുടർന്നും ചെയ്യണമെന്നാണ്. എന്നെക്കാൾ പ്രോബ്ലത്തിലുള്ളത് ചങ്ങാതിക്കുട്ടൻ ബിനീഷാണ്. അവൻ്റെ പേർക്ക് 2 പോക്സോ എന്തോ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പോക്സോ കേസിനൊക്കെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു, അതുപോലും ഇല്ലാണ്ടായി എന്നുള്ളൂ. ഒരു മനുഷ്യനെ എങ്ങനെയും ജയിലഴിയിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കേസിനെ പോലും വക്രീകരിച്ച് വളച്ചൊടിച്ച് കൊണ്ടുവന്ന് വല്ലാത്തൊരു സംഗതിയാണ്, ഒന്നും പറയാനില്ല. ഏതായാലും ജാമ്യം കിട്ടാത്ത കേസായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കാശ്മീരിലങ്ങോട്ട് പോയി ഒളിവിൽ താമസിക്കുകയാണെന്നാണ് അവൻ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. എന്താണ് സത്യമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ വിവരം നിങ്ങളിലേക്കൊന്ന് പാസ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ ഇന്നും ഇന്നലെയും കാണുന്നതല്ല ഇത്തരം പ്രശ്നങ്ങളിലും പ്രോബ്ലത്തിലും ഒക്കെ ഇടപെടുന്നത്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ തൊട്ടിങ്ങോട്ട് അങ്ങനെയാണ്. വീട്ടിലുള്ളവരായിരുന്നാലും നമുക്ക് ചുറ്റുമുള്ളവരായിരുന്നാലും ഏറെ പ്രിയപ്പെട്ടവരായിരുന്നാലും തിന്മയാണോ അത് എതിർത്തിരിക്കും. അതിനകത്ത് ലൈഫ് റിസ്ക് ആവുമെങ്കിൽ ചെയ്തിരിക്കും. നമ്മൾ മൂലം 10 പേർക്ക് സ്വാതന്ത്ര്യവും സ്വസ്ഥതയും കിട്ടുമെങ്കിൽ അവിടെ നമ്മൾ ഉണ്ടാവും, ചെയ്യും. അതിനകത്തൊരു മാറ്റവും ഇല്ല. ഇനിയിപ്പം പൈസ തട്ടിപ്പുകാരിയെന്നോ ഗുണ്ടിയെന്നോ തെറിവിളിക്കാരിയാണെന്നോ എന്ത് വാഴപ്പേരിട്ടാലും ഒരു കുഴപ്പവുമില്ല. അതുമായിട്ട് മുൻപോട്ട് തന്നെയാണ്. എന്നെ കാണുന്ന, എന്നെ ഇഷ്ടപ്പെടുന്നവർ ദയവ് ചെയ്തിട്ട് ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന സംഗതിയിലേക്ക് ഒരു പൈസ കൊടുക്കരുത്. ആ സ്ത്രീയുടെ ഏറ്റവും മോശപ്പെട്ട ഒരു രൂപമാണ് ഇപ്പോൾ നിങ്ങൾ ഞങ്ങളിലൂടെ കാണേണ്ടത്. ഞങ്ങളെയൊക്കെ കേസിലൊതുക്കി, കേസിൽ പിടിച്ച് എങ്ങനെയും ഒതുക്കാനുള്ള തീവ്ര ശ്രമമാണ് അപ്പുറത്ത് നടക്കുന്നത്. സോ ഡു സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.